വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെയാണ് ആ ക്രൂരമായ വാർത്ത ഓരോ ഹൃദയങ്ങളെയും ഞെട്ടിച്ച് പുറത്തെത്തിയത്. 4 വയസ്സ് മാത്രമുള്ള ഏക മകനെ കൊന്ന് ബാഗിലാക്കി യാത്ര ചെയ്ത അമ്മയുടെ വാർത്ത. സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത്. വിവാഹം കഴിച്ച് 9 വർഷം കാത്തിരുന്നു കിട്ടിയ പൊന്നുമോനെയാണ് അമ്മ മൃഗീയമായി ഇല്ലാതാക്കിയത്. ബംഗളൂരുവിൽ താമസിക്കുന്ന സൂചന സേത്താണ് ഹോളിഡേ ആഘോഷിക്കാൻ മകനുമൊത്ത് ഗോവയിൽ എത്തിയ ശേഷം കുഞ്ഞിനെ ഇല്ലാതാക്കി ബാഗിലാക്കി സ്ഥലം വിട്ടത്. സൂചനയുടെ ഭർത്താവ് കൊച്ചിയിൽ താമസമാക്കിയ പാലക്കാട്ടുകാരൻ വെങ്കിട്ടരാമനാണ്. ശനിയാഴ്ചയാണ് സൂചന മകനുമൊത്ത് ഗോവയിലെത്തി ഹോട്ടലിൽ മുറിയെടുത്തത്. തിങ്കളാഴ്ച ചെക്കൌട്ട് ചെയ്തു. സൂചന ആവശ്യപ്പെട്ടതനുസരിച്ച് ബംഗളൂരു വരെ പോകാൻ ടാക്സി ഹോട്ടൽ ജീവനക്കാർ അറേഞ്ച് ചെയ്തിരുന്നു. യുവതി പോയ ശേഷം 11 മണിയോടെ മുറി വൃത്തിയാക്കുകയായിരുന്ന ജീവനക്കാരൻ മുറിയിൽ രക്തക്കറ കണ്ട് പോലീസിനെ അറിയിച്ചു. തുടർന്നാണ് സൂചന പോലീസ് പിടിയിലായത്. സൂചനയുടെ കയ്യിലുണ്ടായ ബാഗിൽ കുട്ടിയുടെ ചേതനയേറ്റ ശരീരമുണ്ടായിരുന്നു. തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ സൂചന വകവരുത്തിയത്. ഞരമ്പുകൾ പൊട്ടിയിരുന്നു. ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞു താമസിക്കുന്ന സൂചന വിവാഹമോചന നടപടികൾക്കിടെയാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. 2010 വെങ്കിട്ടരാമനുമായുള്ള വിവാഹം നടന്നത്. 2019 മകൻ ജനിക്കുമ്പോഴേക്കും ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. സാമ്പത്തിക ബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുണ്ടായ തർക്കം വിവാഹമോചനത്തിൽ കലാശിച്ചു. 2022 ഇവർ വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത്. മകന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കത്തിലായിരുന്നു. സൂചനയുടെ സംരക്ഷണത്തിലായിരുന്ന മകനെ ഞായറാഴ്ചകളിൽ അച്ഛനൊപ്പം അയക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ഇതിൽ തോന്നിയ വൈരാഗ്യമാണ് അരുംകൊലയിലേക്ക് യുവതിയെ നയിച്ചത്. വെങ്കിട്ടരാമന്റെ സംരക്ഷണയിൽ മകൻ സുരക്ഷിതനാകില്ലെന്ന തോന്നൽ യുവതിക്കുണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. എന്തിനാണ് കുഞ്ഞിനോട് ഇത് ചെയ്തത് എന്ന ചോദ്യത്തിന് കുട്ടിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഭർത്താവിനൊപ്പം വിട്ടയക്കാതിരിക്കാനാണ് ഗോവയിലേക്ക് വന്നതെന്നും സൂചന പോലീസിനോട് പറഞ്ഞു. കുട്ടിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല, കാരണം അത്രയ്ക്കും അവനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ മരിച്ചു. കുറെ നേരം ഭയപ്പെട്ട് മൃതദേഹത്തിനരികെയിരുന്നു. കൈഞ്ഞരമ്പ് മുറിക്കുകയും ചെയ്തു. സൂചന പറഞ്ഞതായി പോലീസ് അറിയിച്ചു. ഹോട്ടലിൽ നിന്നും ചോര പുരണ്ട ടവൽ ലഭിച്ചിരുന്നു. ഇത് സൂചന കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവം നടക്കുമ്പോൾ ഭർത്താവ് ജോലിക്കായി ഇന്തോനേഷ്യയിലായിരുന്നു. മകന്റെ വിയോഗ വിവരം പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വെങ്കട്ട് ഇന്ത്യയിലെത്തി മകനെ അവസാനമായി കണ്ടു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.